അമേരിക്ക പിടിച്ചെടുത്ത മാരിനേര എന്ന റഷ്യൻ കപ്പലിൽ 3 ഇന്ത്യക്കാരുള്ളതായി റിപ്പോർട്ട്. അമേരിക്കൻ നീക്കം നിരീക്ഷിച്ചു വരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ 500% വരെ തീരുവ ചുമത്താൻ അമേരിക്ക. അതേസമയം അമേരിക്കക്കെതിരെ രൂക്ഷ വിമർശനവുമായി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ്. അമേരിക്കയ്ക്ക് എണ്ണ കൊതിയാണെന്നും ഡെൽസി റോഡ്രിക്സ് പറഞ്ഞു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഫെമിന ചേരുന്നുണ്ട്. ഫെമിന, ഒരുപക്ഷെ വെനസ്വേല പിടിച്ചടക്കിയതിന് ശേഷമുള്ള ട്രംപിന്റെ പരാമർശങ്ങൾ കേട്ടതാണ്. ഇന്ത്യക്കെതിരെ അടക്കം നടത്തിയ ഭീഷണി കണ്ടതുമാണ്. 6 രാജ്യങ്ങൾക്ക് നേരെയാണ് 2 ദിവസത്തിനുള്ളിൽ ഈ ട്രംപ് ഭീഷണി മുഴക്കുകയും ചെയ്തു. ഇപ്പോൾ 500% തീരുവ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ അമേരിക്കയുടെ പുതിയ ഭീഷണി. എന്താണ് ഈ പിടിച്ചെടുത്ത കപ്പലുമായി ബന്ധപ്പെട്ട് 3 ഇന്ത്യക്കാരുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ? ആഗോള കയ്യൂക്കിന്റെ മറ്റൊരു പേരായിട്ട് അമേരിക്ക മാറുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ലോകത്തിന് മുൻപിലേക്ക് വരുന്നത്. അമേരിക്ക നമുക്കറിയാം, യുക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് എതിരായി ആണ് അമേരിക്ക നിലകൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റഷ്യയ്ക്ക് യുദ്ധത്തിന് സഹായം നൽകുന്നു എന്ന് ആരോപിച്ച് റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുക എന്നതിൻ്റെ ഭാഗമായി 500% വരെ പിഴയായി അധിക നികുതി ചുമത്താനുള്ള ഒരു ബില്ലിനെ കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതിന് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഗ്രീൻ സിഗ്നൽ നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ വ്യാപാരം നടത്തുന്ന രാജ്യം ചൈന കഴിഞ്ഞാൽ ഇന്ത്യയാണ്. അപ്പോൾ ഇത് എണ്ണയെ മാത്രമല്ല, മറ്റ് യുറേനിയം പോലെയുള്ള മെറ്റീരിയൽസ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും ഇത്തരത്തിൽ അമേരിക്ക അധിക തീരുവ ചുമത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ബാധിക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു 500% നികുതി ചുമത്തുക എന്നതാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുക എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് കടക്കുന്നത്. ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത്. റഷ്യൻ ഉപരോധത്തിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയുടെ ഇത്തരം നീക്കം. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് റഷ്യൻ പതാക വഹിച്ച എണ്ണ കപ്പൽ അമേരിക്ക പിടിച്ചെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ കപ്പലിൽ 28 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ആ 28 ജീവനക്കാരിൽ 3 ഇന്ത്യക്കാരുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. റഷ്യൻ പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 3 ഇന്ത്യക്കാരാണ് ഉള്ളത്. 17 യുക്രൈൻ പൗരന്മാരും അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ റഷ്യ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. സമുദ്ര നിയമങ്ങളെ ലംഘിക്കുന്ന തരത്തിലാണ് അമേരിക്കൻ നടപടി എന്ന തരത്തിൽ ശക്തമായ പ്രതിഷേധമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു നിയോ കൊളോണിയലിസത്തിനാണ് അമേരിക്ക വഴിവെക്കുന്നത്. അമേരിക്കയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് റഷ്യ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാർ 3 ഇന്ത്യൻ പൗരന്മാർ അമേരിക്ക പിടിച്ചെടുത്ത എണ്ണക്കപ്പലിലുണ്ട് എന്നതിനെ കുറിച്ച് യാതൊരു പ്രതികരണങ്ങളും ഇതുവരെയും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സംഭവം നിരീക്ഷിച്ചു വരുന്നതായിട്ടാണ്, അമേരിക്കയുടെ നീക്കം നിരീക്ഷിച്ചു വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതേസമയം തന്നെ ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെ പറഞ്ഞത് മോദി വിളിച്ച് സാർ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ വരികയും ചെയ്തിരുന്നു. 3 ഇന്ത്യൻ പൗരന്മാർ പിടിക്കപ്പെടുമ്പോൾ പോലും ഇന്ത്യ പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നതും ഈ സാർ വിളിയുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തീർച്ചയായും അമേരിക്കയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിലപാടുകളാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം തന്നെ 25% റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് എതിരെ 25% അധിക തീരുവ അമേരിക്ക ചുമത്തിയിരുന്നു. അപ്പോൾ പോലും ഇന്ത്യക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ അമേരിക്ക സ്വീകരിക്കുമ്പോഴും അതുപോലെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്കൻ ഇടപെടലുകളുണ്ട് എന്ന് ട്രംപ് തുറന്നു പറഞ്ഞിരുന്നു. പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടിരുന്നു എന്ന തരത്തിൽ ട്രംപ് പ്രസ്താവനകൾ ഇറക്കിയിട്ടും അതിനെതിരെ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു ശക്തമായ നിലപാടെടുക്കാനോ ഇന്ത്യ തയ്യാറായിട്ടില്ല. അതിനർത്ഥം അമേരിക്കയ്ക്ക് വിധേയപ്പെടുന്ന നിലപാടുകളാണ് ഇന്ത്യൻ ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നിക്കോളസ് മഡോറെ, വെനസ്വേലൻ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളസ് മഡോറയെ അവരുടെ രാജ്യത്ത് വെനസ്വേലയിൽ കടന്നാക്രമണം നടത്തിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോകുന്ന അമേരിക്കൻ നിലപാടിനെതിരെ ലോകരാഷ്ട്രങ്ങൾ തന്നെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ പോലും വെനസ്വേല
വെനസ്വേല എന്ന് പറയുന്ന അമേരിക്കയുടെ വെനസ്വേലക്കെതിരെ അമേരിക്ക ഇത്തരത്തിലൊരു കയ്യൂക്കിലൂടെ ഇത്തരത്തിൽ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ലോകത്താകമാനമുള്ള എല്ലാ രാജ്യങ്ങളും ശക്തമായി പ്രതിഷേധിച്ചു. എന്നാൽ ഇന്ത്യൻ നിലപാട് എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് അനുകൂലം, അമേരിക്കയോട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. ഈ സംഭവത്തെ അപലപിക്കുമ്പോൾ പോലും അമേരിക്കയുടെ പേരെടുത്തു പറയാതെ അമേരിക്കയ്ക്ക് വിധേയപ്പെടുന്ന, അമേരിക്ക പിണങ്ങുമോ എന്ന് പേടിച്ചുകൊണ്ട്, ട്രംപ് പിണങ്ങുമോ എന്ന് പേടിച്ച് അമേരിക്കയ്ക്ക് വിധേയമായിക്കൊണ്ടുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത്. അതിനെതിരെ ഇന്നലെ കേരള മുഖ്യമന്ത്രി തന്നെ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. ശരി ഫെമിനയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും അമേരിക്കയുടെ പുതിയ ഭീഷണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.